സർ 114ഓളം റാഫേൽ വിമാനങ്ങൾ, അതും വെറും വിമാനങ്ങളല്ല, വാർ ഫൈറ്റിംഗ് ഫ്ലൈറ്റുകൾ. ഇതാണ് ഇന്ത്യ പുതുതായി ഓർഡർ ചെയ്തത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 114 എണ്ണം. നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുൻപാണ് ധ്വനി എന്ന് പറയുന്ന ഒരു മിസൈൽ ഇന്ത്യ സ്വന്തമാക്കിയത്. ബ്രഹ്മോസ് ഉണ്ട് ഇന്ത്യയുടെ കയ്യിൽ. അത്തരത്തിൽ വരുന്ന ആധുനിക നിർമ്മാണ രീതിയിലുള്ള അല്ലെങ്കിൽ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ഉള്ള ആയുധങ്ങളുടെ ഒരു വലിയ കലവറ, അല്ലെങ്കിൽ അത്തരം ഒരു വലിയ ശേഖരമുള്ള ലോക രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറുന്നു, അല്ലെങ്കിൽ ഇന്ത്യ നമ്പർ 1 ആയി തന്നെ ആയുധ ശേഖരത്തിൽ കുതിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ വിലയിരുത്താം? ഇന്ത്യ ഇപ്പോ ഈ കഴിഞ്ഞ വർഷം 5ാം സ്ഥാനത്ത് നിന്ന് പെട്ടെന്നാണ് 4ാം സ്ഥാനത്തേക്ക് കുതിച്ചത്. ഇനി നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പ്രഖ്യാപനം എന്താണ്? വിത്തിൻ 2 ഇയർ നമ്മുടെ ട്രേഡിംഗ് 500 ബില്യൺ കവർ ചെയ്യണം. അത് കവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്പർ 1ലേക്ക് വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഈ സുരക്ഷ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിലിറ്ററി ഫോഴ്സ്, ഇതൊക്കെ ലോക രാജ്യങ്ങളുടെ മുന്നിൽ വലിയ ശക്തിയായിട്ട് മാറുകയാണ്. ഈ റഫേൽ ഒരു ഫ്ലൈറ്റിന്റെ വില എത്രയെന്ന് എല്ലാവർക്കും അറിയാം. കാരണം കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ റഫേൽ ഫ്ലൈറ്റിന്റെ കോൺട്രാക്ട് ഡിസ്കഷൻ തുടങ്ങിയത്. അന്നതിന് 400 കോടിയാണ് ഒരു ഫ്ലൈറ്റിന്റെ വില അന്നുണ്ടായിരുന്നത്. പിന്നീട് ആ കോൺട്രാക്ട് ഡിസ്കഷൻ കഴിഞ്ഞ് 2014 ധൈര്യപൂർവ്വം ആ 24 ഫ്ലൈറ്റ് 24 എണ്ണം ഒന്നിച്ച് നരേന്ദ്രമോദി വന്ന ഉടനെ, അതായത് മുരളി മനോഹർ ജോഷിയല്ല, ഗോവയിൽ നിന്നുള്ള ഒരു പരീക്കർ. അപ്പൊ ഈ പരീക്കർ രാജ്യരക്ഷാ മന്ത്രി വന്ന ഉടനെ ആയിരുന്നു ഈ റഫേൽ ഫ്ലൈറ്റുകൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് ഓർഡർ കൊടുത്തത്. അത് കഴിഞ്ഞ 5 വർഷം മുന്നേ ഇന്ത്യയിലേക്ക് ഒരു ദിവസം ആണ് വന്ന് ഇവിടെ ഇറങ്ങിയത്. ആ ഇറങ്ങുന്നത് തന്നെ ഇവിടെ ഉണ്ടാക്കി ജിഹാദികൾ, ഓർക്കുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ എല്ലാവരും അതിൽ ജാതി മതം ഒന്നുമില്ല. ഈ പുതിയ വണ്ടി എടുക്കുമ്പോൾ നാരങ്ങയുടെ മുകളിൽ കൂടി കയറ്റി ഇറക്കും. അതൊരു വിശ്വാസം, അത് ജാതി ഒന്നുമില്ല, മിലിറ്ററി ഒക്കെ ചെയ്യുന്നതാ. അപ്പൊ ഈ റഫേൽ ഫ്ലൈറ്റുകള് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയൊക്കെ നാരങ്ങ വെച്ചത് അതൊരു മതത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുപോയി ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന്. എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അതിവിടെ വന്നു. അതുകൊണ്ട് നമുക്ക് വളരെയധികം നമ്മുടെ ഒരു അഭിമാനം ലോകത്തിന് മുന്നിൽ എത്രയോ ഇരട്ടിയായി അത് ഉയർന്നു. ഇനിയിപ്പോ ഈ 114 വരുമ്പോൾ ലോകത്ത് ഒരു രാജ്യവുമില്ല ഇത്രയും ഹൈ പവർ ഫോഴ്സ് ഉള്ള ഒരു രാജ്യം എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ റഫേലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതാണ് എല്ലാവരും ഞെട്ടിക്കുന്നത്. ഈ റഫേൽ ലിങ്ക്ഡ്, അതായത് ഈ റഫേലിൽ നമ്മുടെ ഈ പുതിയ മിസൈലുകൾ ധ്വനിയും ബ്രഹ്മോസും ഒക്കെ ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ റഫേലിന്റെ നിർമ്മാണം. അപ്പൊ ഈ വാർ ഫ്ലൈറ്റ് പൊന്തിപ്പോയിട്ട് ഈ ബ്രഹ്മോസും ധ്വനിയും ഒക്കെ അതില് സ്റ്റോക്ക് ചെയ്തിട്ട് ഈ ശത്രു രാജ്യത്തിന്റെ അഴികത്ത് എവിടെയെങ്കിലും പോയി നിന്നുകൊണ്ട് ഇന്ത്യ പ്രയോഗിക്കുമ്പോൾ ആ രാജ്യം തന്നെ ഇല്ലാതാവും. അപ്പോ അത്രയ്ക്ക് ഒരു ഭയാനകമായ ഒരു സംവിധാനമാണ് ഇന്ത്യ ഇനി കയ്യിൽ വെച്ച് നടക്കുന്നത്. ഇത് കയ്യിലുണ്ടാകുമ്പോൾ നമ്മൾ അവിടെ തെരുവിൽ കടന്ന് ലോകത്തിന്റെ ഏതെങ്കിലും മുക്കില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുമ്പോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതിലൊന്നും കയറി സംസാരിക്കാൻ സമയമില്ല എന്ന് ഇവിടുത്തെ ഈ മൗദൂദികളും അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെ പാവ കളിപ്പിച്ചുകൊണ്ടിരുന്ന ആ മദാമയും ഓർത്താൽ മതി. നരേന്ദ്രമോദിക്ക് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട സമയമില്ല. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് സെക്കൻഡുകൾ കൊണ്ട് ഒഴിവാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ 114 റഫേൽ ഫ്ലൈറ്റുകള് ലോകത്ത് ആദ്യമായിട്ടൊരു രാജ്യം അതിന്റെ മിലിറ്ററി സംവിധാനത്തിൽ, നേവി സംവിധാനത്തിൽ മുതൽക്കൂട്ടാക്കി സ്വരൂപിക്കുമ്പോൾ ഇത് ലോക രാജ്യങ്ങൾ ഞെട്ടിയിട്ടേ ഇരിക്കുള്ളൂ. കാരണം അവർക്കൊന്നും പറ്റാത്തൊരു സംഭവമാണത്. അതും പുതിയ, അതായത് റഫേൽ ഫ്ലൈറ്റ് ചിലപ്പോൾ വാങ്ങാൻ പറ്റും മറ്റുള്ള രാജ്യങ്ങൾക്ക്. പക്ഷെ ഈ ഈ ബ്രഹ്മോസ് ഒന്നും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അത് പണിയാൻ പറ്റില്ല. കാരണം
റഫേൽ അവിടെ വാങ്ങുമ്പോ ധോനി ഇന്ത്യയിൽ നിന്ന് വാങ്ങണം. അല്ലെങ്കിൽ അപ്പൊ അവർക്കൊക്കെ അത് അത്ര നിസാര കാര്യമല്ല. ഇന്ത്യ അത് മുഴുവൻ സാധിച്ചെടുത്ത് നമ്മൾ അത്രയും അഡ്വാൻസ്ഡ് ആയി നിൽക്കുമ്പോൾ ഇവിടെ പല്ലിളിച്ച് നടക്കുന്ന കുറെ ജിഹാദികളും ഈ സോണിയാഗാന്ധി ഇന്നലെ പറഞ്ഞു, അതിനു മുന്നേ പിണറായി വിജയൻ പറഞ്ഞു, ഇവരൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ഇവർ സംസാരിക്കുന്നത് എന്തിനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഈ വരുന്ന ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോ കേരളത്തിൽ നിന്ന് 10 ഈ വിവരമില്ലാത്ത കഴുതകളുടെ ഈ ജിഹാദികളുടെ കൂട്ടമായ വോട്ട് പിടിക്കണം. അതിന് 2 പേരും മത്സരിക്കുന്നു, അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. അവർക്ക് എന്ത് റഫേൽ ഫ്ലൈറ്റ്, അവർക്ക് പേപ്പർ ചുരുട്ടി മേപ്പോട്ട് എറിയണ മാതിരി എന്തെങ്കിലും തോന്നുന്നുള്ളൂ. ഇതിന്റെ എന്താണ് അതിന്റെ ഗുണം എന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല. അപ്പോ ഈ റഫേൽ ഫ്ലൈറ്റ് 114 ഒരു രാജ്യത്ത് അതിന്റെ ഡിഫൻസ് ഏരിയയിൽ ഇങ്ങനെ നിൽക്കണു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അടുത്ത് കൂടെ പോകുന്ന ഏത് രാജ്യവും വിറച്ച് അവരെ ആഫീസ് അപ്പൊ തന്നെ പൂട്ടും. ഇത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ഇന്ത്യയല്ല ഇത്. ആഫ്റ്റർ 2-3 ഇയർ ഇന്ത്യ ഈസ് ദ നമ്പർ 1 കൺട്രി ഇൻ ദ വേൾഡ്. അതിനൊരു സംശയം വേണ്ട. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അധികം സംസാരിക്കാതെ, അധികം അനാവശ്യമായി സംസാരിക്കാതെ. ഇപ്പൊ നമുക്കറിയാലോ, അമേരിക്ക ഇന്ത്യയുടെ മുകളിൽ വലിയ ടാക്സ് ഒക്കെ ചുമത്തി. നമ്മളൊന്നും പറഞ്ഞില്ല, അത് അമേരിക്കയുടെ അവകാശമാണ്. ഇതിനു മുന്നേ നരേന്ദ്രമോദി വരുന്നതിന് മുന്നേ സൗദി അറേബ്യയിൽ കുറെ നിയമങ്ങൾ വന്നില്ലേ? നിദാക്കാത്ത്, അല്ലെങ്കിൽ അവിടെ ടാക്സ്, അല്ലെങ്കിൽ എന്തൊക്കെ അവിടുത്തെ തൊഴിൽ കാർഡിന്റെ പൈസയൊക്കെ 10 ഇരട്ടിയാക്കി. എന്തെങ്കിലും ഇവിടുത്തെ രാജ്യത്തിന് പോയി ഇടപെടാൻ പറ്റുമോ? അതൊക്കെ ഓരോ രാജ്യത്തിന്റെ പേഴ്സണൽ കാര്യമാണ്. അവരുടെ ഭരണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഓരോന്നും നടപ്പാക്കും. അത് നമുക്ക് പറ്റി നമ്മൾ അംഗീകരിക്കുക. അതിൽ അഭിപ്രായമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ നിയമം ഉണ്ടാക്കും, അത് അവർക്കും പറയാൻ പറ്റില്ല. അത് ഓരോ രാജ്യത്തിന്റെയും അവരുടേതായ സ്വകാര്യതയാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ കയറി സംസാരിച്ചില്ല. നമ്മളെന്താ ഇറാനിൽ പോയിട്ട് എന്താ നിങ്ങൾ സമരത്തിന് വാറിന്ന് പിന്മാറണമെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇസ്രായേലിനോട് പോയിട്ട് സമരം വാറ് ബോംബ് ഇടണ്ടെന്ന് നമ്മൾ പറയാൻ പറ്റുമോ? എന്ത് വിവരക്കാരാണ് ഇവർ പറയുന്നത്? ഒരു രാജ്യം എങ്ങനെ ഭരിക്കാം എന്ന കഴിവുണ്ടെങ്കിൽ ആ കഴിവുള്ളവൻ തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ലോക രാജ്യങ്ങൾ മുഴുവൻ വളരെയധികം ഭംഗിയായി റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുള്ളിടത്തോളം കാലം നമുക്ക് നമ്മുടെ സിരകളിൽ കൂടെ നമ്മളെ ബ്ലഡ് ശക്തമായി ഒഴുകിക്കൊണ്ട് നമ്മുടെ അഭിമാനം കാട്ടിക്കൊണ്ട് നമുക്ക് മുന്നേറാം. ഈ 114 റഫേൽ ഫ്ലൈറ്റുകൾ ഇന്ത്യയിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ചിലർക്ക് ഉറക്കം വരില്ല, അതെനിക്കറിയാം. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ 114ഓളം വരുന്ന റാഫേൽ വാർ ഫൈറ്റിംഗ് ഫ്ലൈറ്റുകളാണ് ഇന്ത്യ ഓർഡർ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം ആയുധ ശേഖരണം അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ മിസൈലുകൾ ഉൾപ്പെടെ വാങ്ങിക്കൂട്ടുക വഴി ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ മാത്രമല്ല ശത്രു രാജ്യങ്ങൾക്ക് മുന്നിൽ കൂടി തന്റെ കരുത്ത് എന്താണെന്ന് തെളിയിക്കുകയാണ്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.